എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീന ബാലേന്ദ്രനോട് പറഞ്ഞല്ലോ ശരണ്യനെ കാണാൻ സമ്മതിച്ചില്ല എന്ന്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി അവർക്ക് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൻ്റെ ചോര കൂടി വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. സങ്കടമുണ്ട് മനസ്സിൽ. അപ്പോൾ അലീനയ്ക്കും അതൊക്കെ കേട്ട് ആകെ ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെ ക്ഷോഭിക്കാതെ നമുക്ക് ഇങ്ങനെ ശാന്തമായിട്ട് കാര്യങ്ങളൊക്കെ ആലോചിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, പോലീസാണല്ലോ, പോലീസിനോടും ശരണ്യ സത്യം പറഞ്ഞതാണല്ലോ, പോലീസാണല്ലോ രോഹിത്തിൻ്റെ പേരും കൂടെ അതിൽ പ്രതി ചേർത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടാനാ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു സുഖം, അച്ഛൻ പാലായിലെ വലിയൊരു ബിസിനസ്സുകാരനാണല്ലോ, അച്ഛനെ ഒന്ന് തളർത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോളെ നിനക്കിപ്പോൾ അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ, അങ്ങനെയുള്ളിടത്താണല്ലോ മോളെ നീ പോയി കാരുണ്യവും സ്നേഹവും എല്ലാം കൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അലീനയ്ക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അലീനയും പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു ഇടത്ത് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ അത് തിരിച്ചു വരുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് കാത്തിരിക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കും കേട്ടോ. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. അലീനയ്ക്കും നല്ല സങ്കടമാവുന്നുണ്ട്, കൃഷ്ണമോൾക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അവിടെ ബബിത ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബബിതയ്ക്ക് ഒരു കൂസലും ഇല്ല, അവിടെ അങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് അലീനയാണെങ്കിലും രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നേ. രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് ശരണ്യനെ കാണാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരണ്യനെ കാണാൻ അവർ സമ്മതിച്ചില്ല, അതുപോലെ തന്നെ ശരണ്യനെ പുറത്തിറക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ അലീന രേവതിക്കുട്ടീനോടും പറയുകയാണ്. അപ്പോൾ അതെന്താ കാര്യം എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിരുന്നു, അമ്പലത്തിലൊക്കെ പോയി, അപ്പോൾ അവൾ എന്നോടൊരു രഹസ്യം പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത് അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്ന് പറയേ. അപ്പോൾ ഞാൻ ഈ കാര്യം അറിഞ്ഞു എന്ന് അവളുടെ വീട്ടുകാരെല്ലാം അറിഞ്ഞു, ഇനിയിപ്പോൾ എങ്ങാനും അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചാലോ അവളെ എങ്ങനെയാനും ഞാൻ സ്വാധീനിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇങ്ങനെ അവിടെ കയറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു, രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ രോഹിത്തിന് ശിക്ഷ കിട്ടുമോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിലും പരമാവധി ഇങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാലല്ലേ രോഹിത്തിനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ശിക്ഷിച്ചിട്ട് എന്നാ കിട്ടാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പീഡന കേസായാലും ഒരു 56 പേരുണ്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതെല്ലാം അരിച്ചു പെറുക്കി വായിക്കും. 1-2 പേരുള്ളെങ്കിൽ ആ വാർത്ത വായിക്കാതെ അങ്ങ് വിട്ട് കളയും. ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും മരണം നടന്നാലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ പേജ് അരിച്ചു പെറുക്കി വായിക്കും, അല്ലെങ്കിൽ 1-2 പേരോ ഉള്ളെങ്കിൽ ആ വാർത്ത അങ്ങ് വിട്ട് കളയും. അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, ഞാൻ വെക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. അപ്പോഴും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇടയ്ക്ക് വിളിക്കണേ ചേച്ചീന്ന്. അത് കഴിഞ്ഞ് പിന്നീട് പാലാടി ഡിവൈഎസ്പിനെ കാണാൻ വന്നിട്ടുണ്ട്. ശരണ്യയുടെ അച്ഛനും വന്ന് ശരണ്യയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയും പാർട്ടിയുടെ നേതാക്കന്മാരിൽ ആരോ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈഎസ്പിനെ ഏതോ ഒരു നേതാവ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടും ഡിവൈഎസ്പി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ, പോലീസിൻ്റെ കാര്യം പോലീസ് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കും, അവിടെ ഇരിക്കുന്ന 2 പേരോടും ചോദിക്കും, നിങ്ങളുടെ നേതാവിനെ വിളിച്ചറിയിച്ചിട്ടാണല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഇങ്ങനെ അട്ടിമറിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാലായിൽ ഇങ്ങനെ സ്വർണ്ണക്കട നടത്തുന്ന ആ ബാലചന്ദ്രമേനോൻ സുന്ദരികളായ പെൺകുട്ടികളെ ഇറക്കിയിട്ട് എങ്ങനെ കേസ് ഇങ്ങനെ ഇതാക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എത്ര സുന്ദരികളുണ്ട് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എത്ര സുന്ദരികളുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഒരു സുന്ദരീനെ അറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അവളാണ് ഇടയ്ക്ക് ശരണ്യയുടെ വീട്ടിൽ വന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ എന്താ പേര് എന്ന് ചോദിക്കും. അപ്പോൾ അലീന എന്ന് പറയേ. അപ്പോൾ അവൾ എന്താ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൾ ഇടയ്ക്ക് ശരണ്യനെ കാണാൻ വരുന്നുണ്ട്, അത് അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് പറയും. അപ്പോൾ ശരണ്യയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇടയ്ക്ക് വീട്ടിൽ മോളെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവൾ ആദ്യം വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അവളെങ്ങനെ നിങ്ങളുടെ മകൻ ഉൾപ്പെടെ അവളെങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനായിട്ട് ശ്രമിച്ചല്ലോ, അതിനുശേഷമല്ലേ അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് തുടങ്ങിയത്, അപ്പോൾ നിങ്ങൾക്ക് തടയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ വന്നിട്ട് എന്താ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ കണ്ട് സംസാരിക്കും, എന്നിട്ട് അവളെ കഴിഞ്ഞ ദിവസം പുറത്തേക്കും അതുപോലെ തന്നെ അമ്പലത്തിലേക്കും കനാലിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി എന്ന് പറയട്ടെ. അപ്പോൾ അതൊക്കെ നല്ല കാര്യമല്ലേ എന്നും ഡിവൈഎസ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല എന്ന് അവിടെ ഇരിക്കുന്ന 2 പേരും പറയാനാണ്. അവരത് പറയുമ്പോൾ ഡിവൈഎസ്പി അവരോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ നടക്കുന്ന
എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പോലീസുകാർ കൃത്യസമയത്ത് അറിയുന്നുണ്ട്. നിങ്ങളുടെ മകളുടെ നാവിന്ന് അറിയാതെ ഒരു രഹസ്യം പുറത്തു പോയി, അപ്പോൾ അതിൻ്റെ അല്ലേ ഈ വെകിളി പിടിച്ച് നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ കുരിശിലേറ്റണം, ആയിക്കോട്ടെ എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സ്ത്രീ പറയുകയാണ്, മൊഴി മാറ്റി പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യേ, എന്തായാലും എന്നെ ശല്യപ്പെടുത്താൻ വരണ്ടെന്ന് പറയൂ കേട്ടോ DYSP ദേഷ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരവിടുന്ന് അത് കഴിഞ്ഞങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യേ. പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തി ഒരു വാടക വീട് വേണമെന്ന് ഒരു ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയാൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഹൗസ് ഓണറിങ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ അയാളുടെ ഫോണിലാണ് ഉള്ളത്. ബ്രോക്കറുടെ ഫോണിൽ അത്ര നല്ല ഫോണല്ലാത്തതുകൊണ്ട് ഓണറിങ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓണർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ അറിയുമോ എന്ന് ചോദിക്കൂട്ടോ വൈജയന്തിനോട്. അപ്പോൾ എനിക്ക് അറിയില്ല എന്നാണ് വൈജയന്തി പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മാഡത്തിനെ നന്നായിട്ട് അറിയാം, ഞാൻ മാഡത്തിൻ്റെ ബാങ്കിൽ പല തവണ വന്നിട്ടുണ്ട്, ഒരു ഹൗസിംഗ് ലോൺ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പോൾ വൈജയന്തി ചോദിക്കും, പേരൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേര് പറയുമ്പോൾ വൈജയന്തിക്ക് ആളെ പിടികിട്ടി, എനിക്ക് മനസ്സിലായി, അന്ന് ലോൺ ശരിയായില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ലോൺ ശരിയായില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അന്ന് വഴിയില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് എനിക്ക് ലോൺ തരാതിരുന്നത്. അന്ന് മാഡം വന്ന് നോക്കിയിട്ട് പറഞ്ഞു മതിയായി വഴിയില്ല എന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ വരെ വലിയ ടിപ്പർ വരെ കയറ്റിയിട്ടുള്ള വഴിയായിരുന്നു, അത് നോക്കിയിട്ടാണ് മാഡം അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് വീടൊക്കെ അത്യാവശ്യം നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള വീട് തന്നെയാണ് കേട്ടോ. വീടൊക്കെ വൈജയന്തിക്ക് ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഒക്കെ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഡ്വാൻസ് 1,00,000 രൂപ വേണം, അതുപോലെ തന്നെ മാസം വാടക 20,000 ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ 3 മാസത്തെ വാടകയല്ലേ അഡ്വാൻസ് ആയിട്ട് തരാറുള്ളൂ എന്ന് പറയുമ്പോൾ അതെ, അത് ശരിയാണ്, ഞാനിവിടെ 5 മാസത്തെ ഇത് വാടക അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നു, എൻ്റെ വീടല്ലേ, അപ്പോൾ വേണമെങ്കിൽ മതി, വേറെ ആൾക്കാരുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് ഇന്ന് തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുമോ അദ്ദേഹം. അങ്ങനെ പിന്നീട് അവരവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ മാഡം തന്നെ ഈ വീട് എടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അത് കഴിഞ്ഞ് അവർ എവിടെ നിന്ന് പോകുമ്പോൾ ആ ബ്രോക്കറെ വീണ്ടും വൈജയന്തി വിളിക്കുന്നുണ്ട് കേട്ടോ. ബേബി 1 മിനിറ്റ് എന്ന് പറയും. ഹൗസ് ഓണറോട് നടക്കാൻ പറഞ്ഞിട്ട് ആ ബ്രോക്കർ അവിടെ തന്നെ നിൽക്കേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വീടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനെ അഡ്വാൻസാണ് ഇങ്ങനെ പിടിക്കാത്തത്, അത് കുറച്ച് കുറയ്ക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ബ്രോക്കർ പറയുന്നുണ്ടായിരുന്നു, കുറയ്ക്കാൻ പറ്റുമായിരുന്നു മാഡം, എന്നാൽ ലോണ് കൊടുത്തിരുന്നെങ്കിൽ. അപ്പോൾ മാഡം അന്ന് കടുംപിടുത്തം പിടിച്ചില്ലേ, അപ്പോൾ നമ്മളോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരും കടുംപിടുത്തം പിടിക്കും, അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതായിട്ട് ഒരു 10,000 രൂപ പറയും ചെയ്താൽ മതിയെന്നും വൈജയന്തിനോട് പറയുമ്പോൾ അതുപോലെ തന്നെ വൈജയന്തി പറയാണ്. അതുപോലെ തന്നെ കയ്യിൽ കിട്ടിയ ശേഷം ഒരു 10,000 കൂടെ വൈജയന്തി അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഹൗസ് ഓണറുടെ കയ്യിൽ ചോദിക്കുകയാണ് അങ്ങനെ പൈസ വാങ്ങിക്കില്ലെന്ന് ചോദിക്കാൻ വാടക, എനിക്ക് ഇഷ്ടമാതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ വൈജയന്തിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മാഡം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയാണ്, ആ കൊതുക് തേനീച്ചക്കൂട്ടിൽ ചെന്നാലും ബ്ലഡ് തന്നെയല്ലേ കുടിക്കുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബേബി കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അതിനിത് തേനീച്ചക്കൂടല്ലല്ലോ കടന്നൽ കൂടല്ലേ എന്ന് പറയും. എന്നാൽ ശരി പിന്നെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബേബി അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യമുണ്ട്. എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും ബാലചന്ദ്രനുള്ള ജ്യൂസൊക്കെ ആയിട്ട് മുകളിലേക്ക് വന്നതാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ഒരു സമാധാനവും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുമായിരിക്കും, എന്തോ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛാ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അലീന പോകുന്നിട്ട് അലീനയെ തിരക്കാണുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ തിരക്കൊന്നുമില്ല എന്ന് അലീന പറയും. എന്നാൽ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. ഇറക്കാൻ വേണ്ടിയിട്ട് ആരാ നിന്നെ സഹായിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ഗ്രേസമ്മാൻ്റെയും മാമച്ചനങ്ങളുമാണ്. രേവതിക്കുട്ടി കാലി പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ നേരിട്ടല്ലല്ലോ, വേറെ ആരോ വഴിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുര്യച്ചനങ്ങളും അതുപോലെ തന്നെ ഗ്രേസമ്മാൻ്റെയും അതൊക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ രണ്ടും കൽപ്പിച്ചാണോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഞാനിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ ഞാനൊരു നിർഗുണനായ അച്ഛനാണോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാമച്ചനെ വിളിക്കാൻ ബാലേന്ദ്രൻ്റെ ഫോൺ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടീനെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടീനോട് ആദ്യം വിശേഷമൊക്കെ ചോദിക്കും, എന്നിട്ട് മാമച്ചനങ്ങളിന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ കാര്യം, സീരിയസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സീക്രട്ടാണ്, അത് ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന് പറയേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട്, നീ ഇങ്ങനെ മാമച്ചനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി ഫോൺ എന്ന് കേട്ടോ. അങ്ങനെ മാമച്ചൻ ഫോൺ എടുക്കും, അലീനയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന, അപ്പം മോളെ നീ പറഞ്ഞോ എന്ന് പറയും. ഭയങ്കര സ്നേഹത്തിലായിട്ടോ മാമച്ചൻ അലീനയോട് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കേസിലൊരു വഴിത്തിരിവ് ഉണ്ടായി, രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ ശരണ്യ അലീനയോട് പറഞ്ഞ കാര്യമൊക്കെ പറയുകയാണ്. പിന്നീട് അവർ സംസാരിക്കുന്നതൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അലീന പറയുക
ആയിരിക്കും. ബാലേന്ദ്രനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈജ വാടക വീട് എടുത്ത് മാറുകയാണെന്നുള്ള കാര്യം മനു അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രാജീവൻ പെട്ടി എന്തോ പാക്ക് ചെയ്യാണ്, പോവാനാണെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്താണ് മനു വന്നിട്ട് രാജീവനോട് പറയുന്നത് വൈജാൻ്റെ വാടക വീട് എടുത്തു മാറുകയാണ്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയും ബാലചന്ദ്രനും മാമച്ചൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ മാമച്ചനാണെങ്കിലും പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ലല്ലോ, ആ പെൺകുട്ടി കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞാലല്ലേ രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രമോല് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്.